കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കള്ള ടാക്സികൾ സംബന്ധിച്ച് ദേവികുളം ആർടിഒയ്ക്ക് പരാതി നൽകി. അടിയന്തരമായി നടപടി സ്വീകരിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാകണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. കള്ള ടാക്സികൾ സർവീസ് നടത്തുന്നത് മൂലം ടാക്സി സർവീസ് നടത്തി ഉപജീവനം കഴിക്കുന്ന ഡ്രൈവർമാർ കടുത്ത പ്രതിസന്ധിയിലാണ്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഡ്രൈവർമാർ അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ദേവികുളം ആർടിഒയ്ക്ക് ഇവർ പരാതി നൽകി. കേരളത്തിലെ ആകമാനം, പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ അനുദിനം പെരുകി വരുന്ന കള്ള ടാക്സികൾ, അതുപോലെ അനധികൃത റെൻ്റ് കാറുകൾ, ഇതെല്ലാം ഞങ്ങളുടെ ഉപജീവന മാർഗത്തിന് വളരെയധികം തടസ്സം ആയിരിക്കുന്ന ഒരവസ്ഥയാണ് നിലവിൽ സംജാതമായിട്ടുള്ളത്. കാലങ്ങളായി ഈ ഒരു പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഗതാഗത വകുപ്പ് മന്ത്രി അടക്കം, ട്രാൻസ്പോർട്ട് കമ്മീഷണർ അടക്കം, ജില്ലാ കളക്ടർ, പോലീസ് സൂപ്രണ്ട്, ജോയിൻ്റ് ആർടിഒ എന്നിവർക്കെല്ലാം പരാതി കൊടുത്തിട്ടുള്ളതും അതിനെതിരെ കർശനമായ നടപടികൾ എടുക്കാൻ നിർദ്ദേശമുണ്ടായിരുന്നിട്ട് പോലും അതിന് ഒരു നടപടികൾ നാളിതുവരെ ഉണ്ടായിട്ടില്ല. പരാതിക്ക് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം ആർടിഒ ഓഫീസുകളുടെ മുന്നിൽ ശക്തമായ സമരങ്ങളുമായി രംഗത്തെത്തുമെന്നും നേതാക്കൾ പറഞ്ഞു. സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ബിജു അടിമാലി, സോൺ രക്ഷാധികാരി സാൻഡോ അടിമാലി, ട്രഷറർ ജോൺസൺ, ജോയിന്റ് സെക്രട്ടറി ബിനറ്റ് ഇരുമ്പുവാലം, വൈസ് പ്രസിഡന്റ് സുനിൽ മാങ്കളം, മറ്റു ഭാരവാഹികൾ, മെമ്പർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി.